നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാനിരിക്കെ ബി.ജെ.പി. IT സെല്ലിനുള്ളിൽ തർക്കം. സംസ്ഥാന കൺവീനറും ജില്ലാ കമ്മിറ്റികളും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായതോടെ മാസങ്ങളായി സെല്ലുകൾ പ്രവർത്തനരഹിതമാണ്. മാധ്യമ മേഖലയുമായി ബന്ധമില്ലാത്തവരാണ് കമ്മിറ്റികളിൽ ഉള്ളതെന്നാണ് ആക്ഷേപം. സെൽ നിർജ്ജീവമായതോടെ പ്രചാരണം സ്വന്തം ചെലവിൽ ഏജൻസികളെ ഏൽപ്പിക്കാൻ ഒരുങ്ങുകയാണ് നേതാക്കൾ. എന്നാൽ കനുഗോലുവിന്റെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തയെന്നാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പാർട്ടികളുടെ IT സെല്ലുകളും സൈബർ വിങ്ങുകളും സജീവമായി പ്രവർത്തിച്ചു തുടങ്ങി. നേതാക്കന്മാരുടെ പ്രസംഗവും ആരോപണ പ്രത്യാരോപണങ്ങളുമെല്ലാം റീൽസായി പുറത്തിറക്കാൻ സൈബർ വിങ് മത്സരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ ബി.ജെ.പിയുടെ IT സെൽ ഇപ്പോഴും ഉറക്കത്തിലാണ്. IT സെൽ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് പരിശീലനം ലഭിക്കാത്തതിനാൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. സെല്ലുകളിൽ നിയമനം ലഭിച്ച ആളുകളാകട്ടെ മാധ്യമ മേഖലയുമായി ബന്ധമില്ലാത്തവരും. ഗ്രൂപ്പ് സമവാക്യത്തിന്റെ ഭാഗമായാണ് പല നിയമനങ്ങളും. അതിനാൽ സംസ്ഥാന കൺവീനറും ജില്ലാ കൺവീനർമാരും തമ്മിൽ ആശയവിനിമയവും ഇല്ലാതായി. ഒരു തവണ ഓൺലൈൻ യോഗം വിളിച്ചതല്ലാതെ പരിശീലനം പോലും നൽകിയില്ല. ഇതോടെ പേരിന് മാത്രമായി സെല്ലിന്റെ പ്രവർത്തനം ഒതുങ്ങി. ദേശീയ നേതൃത്വം ഏൽപ്പിച്ച ഏജൻസിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവർത്തനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉണ്ടാക്കിയിട്ടും അത് പ്രചരിപ്പിക്കാൻ സെല്ലിനായില്ല. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചർച്ചകൾ പ്രശ്നങ്ങളില്ലാതെ നടത്തുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും അത് പ്രവർത്തകരിൽ എത്തിക്കാനും സെല്ലിന് സാധിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. അനൂപ് ആന്റണി നേരത്തെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നെങ്കിലും ജനറൽ സെക്രട്ടറി ആയതോടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇതോടെ തെരഞ്ഞെടുപ്പിൽ ഗുണം ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയ മുതിർന്ന നേതാക്കൾ സ്വന്തം നിലയിൽ പ്രചാരണം ഏജൻസികളെ ഏൽപ്പിക്കുകയാണ്. എന്നാൽ സ്ട്രാറ്റജി മാറ്റത്തിന്റെ ഭാഗമായാണ് മെല്ലെപ്പൊക്കെന്നാണ് വിശദീകരണം. ന്യൂസ് മലയാളം, കോഴിക്കോട്.